സൗഹൃദത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 30 വയസ്സിന് ശേഷമുള്ള ജോലിക്കൊക്കെ പോകുന്ന, ജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരേപോലെ മാനേജ് ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. സൗഹൃദങ്ങളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അത് എല്ലാവർക്കും ഒരു ചിൽ വൈബ് നൽകുന്ന ഒരു എലമെന്റ് ആണ്. ഇനി ഏത് ബന്ധമായിക്കോട്ടെ, അതിപ്പോ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഏത് ബന്ധത്തിനകത്താണെങ്കിലും സൗഹൃദത്തിന്റെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറെ കൂടി സ്മൂത്ത് ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിന്, മെന്റൽ ഹെൽത്തിന് നല്ല സൗഹൃദങ്ങൾ വളരെ ഗുണങ്ങൾ തരാറുണ്ട്. ശരിക്കും ചിലരൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ, ചില മനുഷ്യര് ചില സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്നത് മരുന്ന് പോലെ എഫക്റ്റീവ് ആണെന്ന്. ശരിയാണ്. അപ്പോ അതേപോലെ തന്നെ അതിനൊരു മറുവശം കൂടിയുണ്ട്. അപ്പൊ ചില സൗഹൃദങ്ങൾ ചിലപ്പോ മരുന്ന് പോയിട്ട് ഒരു ഇന്നത്തെ ഒരു ടേം പറയുകയാണെങ്കിൽ ടോക്സിക്, നമുക്ക് എവിടെയും എടുത്തു നോക്കിയാൽ ഭയങ്കര ടോക്സിക് ആണ് എന്ന് പറയും. അപ്പൊ അതെങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. സൗഹൃദം എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺസ് ആണ്. ചിലര് പെട്ടെന്ന് സുഹൃത്തുക്കളെ കണ്ടെത്തും, ചിലര് കുറെ സമയം എടുത്ത് കണ്ടെത്തും, അങ്ങനെ പലതരത്തില്. അപ്പൊ എങ്ങനെ ഒരു സൗഹൃദം ബിൽഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും, ഓരോ രീതിയിലായിരിക്കും. സ്ഥലകാല വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു 30 വയസ്സെത്തിയ ഒരാള് 30-40 ആ ഒരു പ്രായത്തിനകത്ത് ഒരാൾ എന്തായാലും എങ്ങനെ ഒരു നല്ല ബന്ധം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നന്നായിട്ട് അതിൽ സൗഹൃദത്തിന്റെ എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നത് അറിയായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നല്ല സൗഹൃദം ആണെങ്കിൽ അതിൽ എന്തൊക്കെ പാടില്ല, ഡോൺസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതില് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ഡോണ്ട് അസ്യൂം എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ ഒന്ന് വിചാരിക്കരുത് എന്നുള്ള ഒരു ചെറിയൊരു അർത്ഥത്തിലാണ് നമുക്കത് കാണുക. പക്ഷെ കുറെ കൂടി നമ്മൾ മലയാളത്തിലേക്ക് അതിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും പറയുന്ന ഒരു ഡയലോഗ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. എപ്പോഴും മിസ്കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണത്. അപ്പൊ ഈ വിചാരം എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ വിചാരിച്ചു പോയി. അപ്പോ നല്ലൊരു സൗഹൃദമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ അസ്യൂം ചെയ്യരുത്, വിചാരിക്കരുത്. അവരോട് ചോദിക്കാമല്ലോ നമുക്ക്. അപ്പൊ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഒരിക്കലും അസ്യൂം ചെയ്യരുത് എന്താണ് അവരുടെ ഉള്ളിൽ എന്നുള്ള കാര്യം. നമുക്ക് എത്ര അറിയാം എന്ന് പറയുന്ന ഒരാളാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഞാൻ ഇതിനാണ് ഉദ്ദേശിച്ചത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഒരു ലെവലിലത്. മറ്റൊരു കാര്യം, നമ്മൾ ഒരിക്കലും അസ്യൂം ചെയ്യരുത്. അതായത് നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരാള് എപ്പോഴും അതുപോലെ തന്നെയായിരിക്കും. മനുഷ്യരാണ്, എപ്പോൾ വേണമെങ്കിലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റില് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഗ്രാജുവലി ഓരോരോ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ സംഭവിക്കാം. അപ്പൊ അത് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്നവരുടെ ഒരു ഇൻട്രസ്റ്റ് ഓഫ് ഏരിയാസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാണ് വേണം. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നും ഇവർ എപ്പോഴും ഒരുപോലെ ആയിരിക്കും, നമ്മളുടെ അതേ വൈബായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇനി അടുത്തൊരു കാര്യം, ഇത് ഭയങ്കര കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. അതായത് ഓവർ കമ്മ്യൂണിക്കേഷൻ പാടില്ല. അപ്പൊ നമ്മൾ സുഹൃത്തിനോട് നമ്മൾ എല്ലാം തുറന്ന് പറയേണ്ടത്. ചിലപ്പോൾ എല്ലാവരും എല്ലാം തുറന്നു പറയാൻ പാകത്തിലായിരിക്കണം എന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളോട്, ഇപ്പോൾ ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കളോടാണെങ്കിൽ കൂടുതലും ജോലി സംബന്ധമായ വിഷയങ്ങളായിരിക്കാം മിക്കവാറും പറയുക. അതിനപ്പുറത്തേക്ക് പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കാം. അപ്പോൾ എപ്പോഴും അത് ചിന്തിക്കണം നല്ലതായിരിക്കും. നമ്മൾ എല്ലാ കാര്യം പോയിട്ട് സുഹൃത്താണ് എന്ന് പറഞ്ഞ് വിചാരിക്കുന്നവര് ചിലപ്പോൾ ഈ സുഹൃത്തുക്കളുടെ എണ്ണമൊക്കെ ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഓവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഓവർ ഷെയറിങ് എന്നുള്ളത് ബന്ധങ്ങളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി ഉള്ളൊരു കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സമയത്ത് ഇപ്പോൾ കൂടുതൽ അടുക്കുമ്പോഴാണല്ലോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. റിലേഷൻഷിപ്സ് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഏതൊരു തരം സൗഹൃദത്തിലാണെങ്കിൽ പോലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ അടുക്കുമ്പോൾ ഒരു വ്യക്തിയെ അറിയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ സാരല്ല പോട്ടെ എന്ന് പറഞ്ഞ് കളയരുത്. കാരണം നിങ്ങൾക്കൊരു ശരിക്കും ഒരു സുഹൃത്തിന് ആവശ്യമുണ്ട്, അല്ല ആ പേഴ്സൺ പോട്ടെ എന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, സൗഹൃദമാണ്, നല്ല മാനസികമായിട്ട് നമ്മളെ മെന്റലി ഫിറ്റ് ആക്കുന്ന ഒരു സൗഹൃദമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് പറയണം. അത് രണ്ടു കൂട്ടർക്കും വേദനിപ്പിക്കാത്ത രീതിക്കകത്ത് വളരെ ജെന്റിലായിട്ട് പറയാനായിട്ട് ശ്രമിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്രണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തിയും നമ്മൾ തീരെഴുതിയൊന്നും എടുക്കുന്നില്ല. അയാൾക്കും അയാളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും, ബൗണ്ടറീസ് ഉണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും ഈ സുഹൃത്ത് ഉണ്ടെങ്കിലേ ഞാൻ എങ്ങനെയെങ്കിലും പോകും, എന്റെ ആ സമയവും ആ സുഹൃത്തിന്റെ സമയവും എപ്പോഴും ഒരുമിച്ചായിരിക്കണം, അങ്ങനെയുള്ള ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാതിരിക്കുക. അവർക്ക് അവരുടെ വഴിക്ക് വിടുക. പറ്റുന്ന സമയത്ത് സാധിക്കുന്ന സമയത്ത് ഒത്തുചേരുക, അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, മറുപടികൾ പറയുക, ജെന്യുവനായിരിക്കുക. ഇനി പറയാനുള്ള ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെയാണല്ലോ നമ്മൾ ഫ്രണ്ടായിട്ട് കൂടെ നിർത്തുക. ഓൾമോസ്റ്റ് നമ്മുടെ അതേ പ്രായമൊക്കെ തന്നെ ആയിരിക്കാം, ഒരുപക്ഷെ കുറച്ച് ചെറിയ പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും സുഹൃത്തിനെ മാത്രം മോഡൽ ചെയ്ത് അവനവന്റെ ജീവിതം കൊണ്ടുവരരുത്. അവന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ്, അവൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പയർ ചെയ്തിരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതുപോലെ തന്നെ അനുകരിക്കാൻ നോക്കും, നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അനുകരിക്കും തോറും നമ്മുടെ ഒരു ലൈഫ് വേറെ വേണ്ട കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ട്. എപ്പോഴും ഒരേപോലെ ആയിരിക്കണം ലൈഫ്, ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെ ആവില്ല. ഇപ്പൊ ഈവൻ ട്വിൻസ് ആയിട്ടൊക്കെ ജനിച്ചവർക്ക് പോലും ഒരിക്കലും അവർക്ക് ഒരേപോലെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ മനുഷ്യരായതുകൊണ്ട് എപ്പോഴും അവരുടെ ജീവിതം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു ചിലപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്സ് കൊണ്ട് നടക്കുന്ന രീതികളായിരിക്കാം, ചില പ്രത്യേകത പാറ്റേൺസ് ആയിരിക്കാം. ഇതൊന്നും എത്ര നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞാലും എത്ര അടുപ്പം തോന്നിയാലും ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. ഏകദേശം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മളൊരു മാനസികാരോഗ്യത്തിന് സൗഹൃദം എങ്ങനെ കൂട്ടാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വളരെ ചുരുങ്ങിയ വാക്കില് ഇപ്പൊ ഒരു സൗഹൃദത്തിന്റെ ഒരു പാരാമീറ്റർ എന്താണ്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഏറ്റവും നല്ല പാരാമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പാരയാവാതിരിക്കുക, ആർക്കും പാര വയ്ക്കാതിരിക്കുക, അങ്ങനെയുള്ളവരായിരിക്കും. കാരണം സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഫേസ്ബുക്ക് ഫ്രണ്ട്, ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്, ഇങ്ങനെ എല്ലാം സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് കണക്റ്റഡ് ആയവരൊക്കെ നമ്മൾ ഫ്രണ്ടായിട്ടാണ് വിളിക്കുന്നത്. ശരിക്കും സുഹൃത്ത് എന്നതിനുപരി ചങ്ങാതി എന്നുള്ളൊരു വാക്ക് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കേട്ടിട്ടില്ലേ ഒരു പ്രോവർബ്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ശരിക്കും അതുപോലെ ആയിരിക്കണം ഒരു സുഹൃത്ത്. നമുക്ക് നമ്മളുടെ ഒരു നല്ല വശങ്ങളും മോശം വശങ്ങളും ഒക്കെ മറ കൂടാതെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും ശരിക്കും യഥാർത്ഥത്തിലുള്ള സുഹൃത്ത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് കാറ്റഗറി ചെയ്യാം, ഒന്ന് ലെവൽ ചെയ്യാം. നമുക്ക് അവരെ വേണമെങ്കിൽ വഴിപോക്കർ എന്ന് വിചാരിക്കാം. ചില ഫേസ്ബുക്ക് ഫ്രണ്ട്സും ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സും ഒക്കെ വഴിപോക്കർ പോലെ തന്നെയാണ്, ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൽ കുറച്ച് പരിചയക്കാരുണ്ടാവും അല്ലെ, കുറച്ച് നമുക്ക് അറിയാം, ഹായ് ബൈ പറയാറുണ്ട്, കുറച്ച് അവരുടെ ഇൻട്രസ്റ്റ് അറിയാം, പക്ഷെ ഒരു ജെല്ലൊന്നും ആവത്തില്ല അവരായിട്ട്. പിന്നെയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അപ്പോ കുറെ വഴിപോക്കരുണ്ടാവും, കുറെ പരിചയക്കാരുണ്ടാവും. അതും കഴിഞ്ഞ് കുറച്ച് പേര് വളരെ വിരലിലുണ്ടാവുന്നവരാണ് മാനസികമായിട്ട് ആരോഗ്യത്തിന് നമുക്ക് മെന്റലി ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ കൂട്ടായിട്ടുള്ള സൗഹൃദങ്ങൾ. താങ്ക് യു.